എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്നിപ്പോൾ അതുപോലെ എഴുന്നേറ്റിട്ട് ആദ്യം നല്ല ചായ വെച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇച്ചിരി വൈകിയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റത്. പയ്യമ്മോക്കാണെങ്കിൽ 9 മണിക്ക് മദ്രസയും ഉണ്ട്. അപ്പോൾ അവൾക്ക് ഞാൻ എഴുന്നേൽപ്പിച്ച് വേഗം പല്ലേച്ച് മോറഴിച്ച് അവളെ റെഡിയാക്കി അവൾക്കും ഭക്ഷണം എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാനിരുന്നത്. ചായ ഇന്ന് ഇച്ചിരി വൈകി കുടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്കും നമ്മുടെ വാതൊക്കെ ഇരുന്നൊരു പൂച്ച കരയുന്നുണ്ടായിരുന്നു. ഈ പൂച്ച ഇവിടുത്തെ ഞങ്ങളുടെ പൂച്ച അല്ല, ഇത് എവിടെന്നോ വന്ന പൂച്ചയാണ് കേട്ടോ. അതിന് വിശന്നിട്ടാന്ന് തോന്നുന്നു അതിങ്ങനെ ഇരുന്ന് കരയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുട്ടും പയറും രാവിലെ ഉണ്ടാക്കിയത് പൂച്ചക്ക് കൊടുത്താൽ കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടല്ല. എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് പുട്ടും പയറും കൂടി കുഴച്ചിട്ടിട്ട് അത് തിന്നുമില്ല. പിന്നെ ഇന്നലത്തെ മീൻകറിയുടെ കലം അവിടെ കഴുകാൻ വേണ്ടി വെച്ചതിൽ ഞാൻ ഇട്ടൊന്ന് പുരട്ടി അത് കൊണ്ടുപോയി കൊടുത്തപ്പോഴേക്കും ആ പൂച്ച കഴിച്ചായിരുന്നു. പിന്നെ ഫൈമോക്ക് ഞാൻ വേഗം പുട്ടും പയറും അതേപോലെ ചായയും എടുത്ത് ടേബിളിൽ കൊണ്ടുപോയി വെച്ച് കൊടുത്തു. പിന്നെ ഇന്ന് എനിക്കാണെങ്കിൽ പെരുമ്പാവൂർ ഒരു പരിപാടി ഉണ്ട്, അതിന് പോകണം. അത് കഴിഞ്ഞിട്ട് ആലുവയിൽ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കാരണം ചോറ് വേഗം തിളപ്പിച്ച് അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഫൈഹമോളെ റെഡിയാക്കി ഇതേ അവൾ മദ്രസയിൽ പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഇക്കാവ് കൊണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ബാഗൊക്കെ എടുത്തിട്ടിട്ട് പോവുകയാണ്. ഇന്ന് 9 മണി തൊട്ട് 10:30 വരെയാണ്. അപ്പോൾ അവൾ വരുമ്പോഴേക്ക് ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തറവാട്ടിലേക്ക് പോകാനും പറഞ്ഞിട്ട് അവളെ വിട്ട്. പിന്നെ പൊടിമോനാണെങ്കിൽ ഇന്ന് അവന് കളിയുണ്ട്, കളിക്കാൻ പോയേക്കാണേ. പിന്നെ പെരുമ്പാവൂർ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലുവ അദ്വൈതാശ്രമത്തിൽ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അത് യുവതാര അവിടുത്തെ സ്വാമി ധർമ്മ ചൈതന്യക്ക് കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആലുവ അദ്വൈതാശ്രമത്തിൽ പോയതാണ്. അവിടെ കുറേ അന്തേവാസികളുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ 2-3 തവണ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഉള്ളിലേക്കൊന്നും നമ്മൾ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ DYFIയുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, അതേപോലെ ജില്ലാ സെക്രട്ടറി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടേക്ക് നടന്നൊന്ന് കണ്ട് ഭയങ്കര ശാന്തസുന്ദരമായിട്ടുള്ള ആ സ്ഥലമാണ് കേട്ടോ. പിന്നെ എല്ലാ മരങ്ങളുടെ ചുവട്ടിലും ഇതേപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ പറഞ്ഞിട്ടുള്ള വാക്കുകളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കമണ്ടലു കണ്ടത്. കമണ്ടലു അതിലൊരെണ്ണം ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം താഴെ വീണിട്ട് അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ സ്വാമീനെ കണ്ടപ്പോൾ സ്വാമി പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ട് ഞങ്ങളിതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് വലിയ മടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ ശരിയാണോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. ഭക്ഷണം എന്ന് പറഞ്ഞാൽ അധികം മസാലകളൊന്നും ചേർക്കാത്ത അവരുടെ തോട്ടത്തിൽ തന്നെ കൃഷി ചെയ്തിട്ടുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. പിന്നെ ഒരു ടൈപ്പ് പായസം, പരിപ്പ് പായസമായിരുന്നു, അതുകൊണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്വാമിയുടെ ഒപ്പം വീണ്ടും ഞങ്ങൾ അവിടേക്കൊന്ന് നടന്ന് തൊട്ടപ്പുറത്ത് പുഴയാണ് കേട്ടോ ഉള്ളത്, പെരിയാറാണുള്ളത്. പെരിയാറിൻ്റെ തീരത്തൊക്കെ പോയി കുറച്ച് നേരം നിന്ന് അങ്ങനെ അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. എന്തൊരു നല്ല സ്ഥലമാണെന്ന് അറിയും. ഭയങ്കര ശാന്തസുന്ദരമായ സ്ഥലമാണ് കേട്ടോ ഈ അദ്വൈതാശ്രമം എന്ന് പറയുന്നത്. ദിവസവും അവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അവർക്കുള്ള ഭക്ഷണവും അവിടെ അവർ കരുതും. ചെറിയൊരു പൈസ കൊടുത്തിട്ടാണ് ഭക്ഷണം എല്ലാവരും കഴിക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് അവർ പൈസ ഒന്നും വാങ്ങിയില്ല കേട്ടോ. സ്വാമി ഒരു പൈസ ഒന്നും വേണ്ട, നിങ്ങളൊന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പോയി ഭക്ഷണം